ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പാരാമീറ്റേഴ്സിൽ എല്ലാ ഇൻഡൈസസും കാണിക്കുന്നത് ഇന്ത്യയുടെ ഒരു പൊതു ശരാശരിയേക്കാൾ കൂടുതലാണ് മലയാളിയുടെ ഒരു മനുഷ്യ വിഭവത്തിൻ്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് മലയാളീസ് ആർ ബെറ്റർ ഓഫ് എന്ന് പറയാം പൊതുവെ. അതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് വിദേശത്ത് നിന്ന് വരുന്ന പണമാണ്. അതിൽ തന്നെ മലയാളിയുടെ ഗൾഫ് മോഹങ്ങൾ, പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നും മലയാളി നാട്ടിലേക്ക് അയക്കുന്ന പണം കേരളത്തിനുണ്ടാക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, വലിയ വീടുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ മറ്റ് സർവീസ് സെക്ടറിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം തന്നെ ഗൾഫ് ബൂമുമായി ബന്ധപ്പെട്ടാണ്. 70കളിലും 80കളിലുമാണല്ലോ കേരള ഗൾഫ് ബൂം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം തന്നെ ഉണ്ടായത്. 50കളിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ, അറബി നാടുകളിൽ ഓയിൽ വലിയ തോതിൽ കണ്ടെത്തിയതിന് ശേഷം 70കളിലും 80കളിലും വലിയൊരു ഭാഗം മലയാളികൾ ഗൾഫ് മോഹവുമായി ആ പ്രദേശത്ത് ആദ്യം ഈ കപ്പലുകളിലും പത്തേമാരികളിലും കയറി പോവുകയും പിന്നീട് വിമാനത്തിലെത്തുകയും എല്ലാം ചെയ്തു. അങ്ങനെ പോയ ആദ്യകാലത്തൊക്കെ പോയ ഒരുപാട് പേര് കൈനിറയെ പണവുമായി തിരിച്ചു വന്ന ഒരു സമയം. അതിനുശേഷം മലയാളി കുറച്ചുകൂടി സാങ്കേതികമായ രംഗത്തേക്ക് ശ്രദ്ധ തിരിക്കുന്നത് കണ്ടു. ഒരു നഴ്സിംഗ് മേഖല, ടെക്നിക്കൽ പ്രൊഫഷണൽ സെക്ടേഴ്സ്. ഇപ്പോൾ ഗൾഫ് നാടുകളിലേക്ക് പോകുന്നത് കൂടുതലും ടെക്നിക്കലി സ്കിൽഡ്, പ്രൊഫഷണലി എക്വിപ്ഡ് മലയാളികളാണ്. അതുകൊണ്ട് അഭ്യസ്ത വിദ്യരായ തൊഴിൽ രഹിതർക്ക് കേരളത്തിൽ ജോലി ലഭിക്കുന്നില്ല എന്ന പരാതിക്ക് ഭാഗികമായെങ്കിലും ശമനമുണ്ടാക്കുന്നത് പേർഷ്യൻ ഗൾഫ് മേഖലയിലെ അനന്തമായ തൊഴിൽ സാധ്യതയാണ്. അവിടെ മാത്രമല്ല, ആദ്യകാലങ്ങളിൽ അതിന് മുൻപ് തന്നെ ആദ്യം സിലോണിലേക്ക്, ഇപ്പോഴത്തെ ശ്രീലങ്കയുടെ വടക്കൻ പ്രദേശം ജാഫ്നയിലേക്കുമൊക്കെ ചെറിയ തോതിൽ മലയാളികളും തമിഴന്മാരും കുടിയേറി ജോലിക്ക് വേണ്ടി. പിന്നീട് മലേഷ്യ, സിംഗപ്പൂർ, പഴയ മലയ, ആ ഒരു കൊളോണിയൽ കാലഘട്ടത്തിലെ മലയയിലേക്ക്, സിംഗപ്പൂരിലേക്കുമൊക്കെ കുടിയേറി. പിന്നീടാണ് പേർഷ്യ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖും ഇറാനും എല്ലാം ചേർന്ന ഒരു പ്രദേശമാണ്. പേർഷ്യൻ ഗൾഫ് ഉൾക്കടൽ, ആ മേഖലയുടെ തൊട്ട് തെക്ക് ലഭിക്കുന്ന അറേബ്യൻ പെനിൻസുലയുടെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അതുകൊണ്ട് ഗൾഫിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് രാജ്യവുമാകാം. ഒന്നുകിൽ കുവൈറ്റ് ആകാം, അല്ലെങ്കിൽ സൗദി അറേബ്യ ആകാം, അല്ലെങ്കിൽ ഒമാനോ യമനോ എന്ത് വേണമെങ്കിലും ആകാം, ഖത്തറോ ഒക്കെ ആകാം, ബഹ്റിൻ. എന്നാൽ ഏറ്റവും അധികം വരുമാനം മലയാളിക്ക് നേടിക്കൊടുക്കുന്ന രാജ്യം യഥാർത്ഥത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. 7 എമിറേറ്റുകളുടെ ഷെയ്ഖുമാർ ഭരിച്ചിരുന്ന ബെദോയിൻ ട്രൈബുകളുടെ നേതാക്കളെയാണല്ലോ ഷെയ്ഖുകൾ എന്ന് പറയുന്നത്. ഷെയ്ഖ്, അങ്ങനെയുള്ള ഗോത്ര സംസ്കാരമുണ്ടായിരുന്ന ഒരു ജനം. ആ ജനവിഭാഗം 7 വിവിധങ്ങളായ എമിറേറ്റുകൾ, എമീർമാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന എമിറേറ്റുകൾ യോജിച്ച് 1971 രൂപപ്പെട്ട യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് മൊത്തമായും കേരളത്തിൽ നിന്നുമുള്ള വർക്ക് ഫോഴ്സ് ആ രാഷ്ട്ര നിർമ്മാണത്തിന് വളരെ വലിയ സംഭാവനയാണ് നൽകിയത്. യഥാർത്ഥത്തിൽ യുഎയുടെ പോപ്പുലേഷൻ, യുഎക്കൊരു 1,10,00,000 ജനം വരും. അതിൽ ഒരു 38% ഇന്ത്യൻ വംശജരാണ്. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കുടിയേറിയവരാണ്. അതിൽ തന്നെ 10,00,000 പേർ മലയാളികളാണ്. ഈ മലയാളികളുടെ കുടിയേറ്റത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു 3ാം വേവാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യ വേവിൽ ഭാഗ്യാന്വേഷികളായി എണ്ണപ്പാടങ്ങളിലൊക്കെ ജോലി ചെയ്യാനായി പോയവരാണ് കൂടുതലും. സാധാരണക്കാരായ ആളുകളാണ്, വലിയ സ്കിൽഡ് ലേബറേഴ്സ് ഒന്നും ആയിരുന്നില്ല. അനധികൃതമായ കുടിയേറ്റമാണ് പലപ്പോഴും അന്ന് നടന്നിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് പോയത് കുറച്ചുകൂടി ടെക്നിക്കൽ സ്കിൽഡ് ആളുകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നഴ്സുമാരെ പോലെയുള്ള ആളുകളാണ്. വലിയ തോതിലുള്ള ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ യുഎയിലുണ്ടായി. അതിനുശേഷം ഇപ്പോൾ പോകുന്നത്, ആ വിഭാഗത്തോടൊപ്പം തന്നെ ഇപ്പോൾ പോകുന്നതിൻ്റെ നല്ല പങ്കും ഈ ഗൾഫ് മാർക്കറ്റിൽ, തൊഴിൽ മാർക്കറ്റിൽ ഒരുപക്ഷെ എത്തിപ്പെടണം എന്ന ആഗ്രഹത്തിൽ പുതിയ നൂതനമായ കോഴ്സുകൾ പഠിച്ച് അവിടെ എത്തുന്ന ആളുകളാണ്. പലപ്പോഴും അവിടെ പെർമനൻ്റായി താമസിക്കാനാവാത്തത് കൊണ്ട് ഗൾഫിലെ സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ ആളുകൾ അവിടെ നിന്നും അതൊരു ബേസ് ആക്കിയതിനു ശേഷം നല്ല വിദ്യാഭ്യാസം നേടി അവിടുന്ന് അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ബ്രിട്ടനിലേക്കോ അയർലൻഡിലേക്കോ ജർമ്മനിയിലേക്കോ ഒക്കെ കുടിയേറി പ്രൊഫഷണലുകളായി മാറുന്ന ഒരു കാഴ്ചയും കാണുന്നു. ഇവിടെ ഈ ഗൾഫിൻ്റെ ഒരു വിജയത്തിൻ്റെ പിന്നിൽ മലയാളിയുടെ അധ്വാനം എത്രയുണ്ട് എന്ന് നോക്കുക എന്നതാണല്ലോ ഈ വീഡിയോയുടെ പ്രധാനമായ ഒരു ഇതിവൃത്തം. നോക്കൂ, ആ രാജ്യം തികച്ചും ഒരു പരിമിതമായ സാഹചര്യം മാത്രമുണ്ടായിരുന്ന രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഒരു 11.5% മാത്രമാണ് അവിടുത്തെ പൗരന്മാർ.
അവിടെ തന്നെ ആ പൗരന്മാരുടെ ഒരു ചെറിയ വിഭാഗം മാത്രമേ വലിയ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഈ റിസോഴ്സസ്, പ്രത്യേകിച്ച് ഹ്യൂമൻ റിസോഴ്സ് അവിടെ കൊണ്ടുവരണം. ആ ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ വ്യവസായം, പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഓയിൽ ഇൻഡസ്ട്രി, റിഗുകൾ, വലിയ തോതിലുള്ള എണ്ണപ്പാടങ്ങൾ, പ്രകൃതിവാതക പാടങ്ങൾ, അവിടെ ജോലി ചെയ്യാൻ വലിയ തോതിൽ വർക്ക് ഫോഴ്സ് വേണം. അതായിരുന്നു ആദ്യത്തെ കൺസേൺ. പിന്നീട് ആ രാജ്യം മാറി ചിന്തിച്ചു. എക്കാലത്തും എണ്ണ നിക്ഷേപം ഉണ്ടാവില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആ രാജ്യം ഒരു മോഡേണൈസേഷൻ്റെ ഒരു പാതയിലാണ്. വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്നു. ലോകത്തെ ഏറ്റവും വലിയ ഹോട്ടൽ, അതുപോലെ ലോകത്തെ ഏറ്റവും വലിയ നീളമുള്ള ഉയരമുള്ള ബിൽഡിംഗ്, വലിയ പാർപ്പിട സമുച്ചയങ്ങൾ, അതുപോലെ തന്നെ പാം ജുമൈറ, ബുർജ് ഖലീഫ എന്നു വേണ്ട അത്യാധുനിക സൗകര്യങ്ങളുള്ള ഇടങ്ങൾ, അവിടേക്ക് ജനമിരച്ചെത്തും. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഇന്ന് വൺ ഓഫ് ദ ഹോട്ട് ഡെസ്റ്റിനേഷൻസ് ഈസ് ദുബായ്. അവിടെ ദുബായ് ഫ്രീ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾ ഇരച്ചെത്തുമ്പോൾ പുതിയ വരുമാന മാർഗമാവുകയാണ്. ഇപ്പം കൺസ്ട്രക്ഷൻ രംഗത്തേക്കും ഇൻഫോടെക് രംഗത്തേക്കും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ സൈബർ ഇടങ്ങളിലേക്കുമെല്ലാം വലിയ തോതിലാണ് ഇന്ത്യൻ പൗരന്മാരുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ശ്രദ്ധ പതിയുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ, ഇന്നത്തെ ഒരു സാമ്പത്തികമായ ഒരു സുരക്ഷയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഒരു പിൻബലം നൽകുന്നത് പ്രത്യേകിച്ചും ഗൾഫിൽ നിന്ന് വരുന്ന പണമാണ്. അമേരിക്കയിൽ പോയാൽ മലയാളികൾ സമ്പാദിക്കുന്ന പണം ഒരുപക്ഷെ അവിടെ ചെലവഴിക്കപ്പെടുന്ന നല്ല പങ്ക്, കാരണം അവർക്ക് അവിടെ പൗരത്വം ലഭിക്കും. ആ പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കാനഡയിലും ഓസ്ട്രേലിയയിലും അങ്ങനെയാണ്. പക്ഷേ ഗൾഫിൽ അങ്ങനെയല്ല. പ്രത്യേകിച്ചും UAE നിന്ന് നേടുന്ന ഹാർഡ് ഏൺഡ് പെട്രോ ഡോളേഴ്സ് അത് കേരളത്തിൽ വരികയും അത് വലിയ തോതിൽ ഭവന നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ പരിഹാരമെങ്കിലും ആവുകയാണ്. അതുകൊണ്ട് ഒരു നാൾ ഈ ഗൾഫ് പണത്തിൻ്റെ വരവ്, പ്രത്യേകിച്ച് UAE നിന്നുള്ള ധനത്തിൻ്റെ വരവ് കുറയുകയാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വലിയ ഒരു പൊട്ടിത്തെറി, അത് നമുക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത ഒന്നാണ്. അതുകൊണ്ട് എക്കാലത്തും ഈ ഒരു നല്ല നാളുകൾ തുടരട്ടെ എന്ന് ആശംസിക്കാം. പ്രത്യേകിച്ചും ഇപ്പോൾ ജോബ് സെക്യൂരിറ്റി വളരെ കുറഞ്ഞിരിക്കുന്നു. ജോബ് ത്രെട്ടുണ്ട്. അവിടെ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരുന്നു. അവിടുത്തെ സ്വദേശിവൽക്കരണം വലിയ തോതിൽ കടന്നു വരുന്നു. അതുമാത്രമല്ല, യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായി തൊഴിൽ സാധ്യതകൾ കുറയുന്നു. എന്നിരുന്നാലും ഇപ്പോഴും മലയാളികൾക്ക് ആശ്രയിക്കാവുന്ന വലിയൊരു തൊഴിൽ ഇടമായി മാറിയിരിക്കുന്നു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്.